നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും സോഷ്യൽ മീഡിയയും ആഗോള പ്രതിസന്ധികളും സാമൂഹിക മാറ്റങ്ങളും നിറഞ്ഞ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജെൻസി തലമുറ വളർന്നത്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനും വേഗത്തിൽ മുന്നേറുവാനും അവർക്ക് കഴിയുന്നു. പലപ്പോഴും മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കാനാണ് ഈ തലമുറയ്ക്ക് കൂടുതൽ ഇഷ്ടം. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ പലപ്പോഴും അവർ മറന്നുപോകുന്നത് സ്വന്തം മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. സാമൂഹിക പ്രതീക്ഷകൾ, കരിയറിനെ കുറിച്ചുള്ള സമ്മർദ്ദങ്ങൾ, പഠനഭാരം എന്നിങ്ങനെ അവസാനമില്ലാത്ത തിരക്കുകൾക്കിടയിൽ മാനസികാരോഗ്യം പലർക്കും രണ്ടാമത്തെ വിഷയമായി മാറുകയാണ്. മാനസികാരോഗ്യം എന്നത് എല്ലാം പൂർണ്ണതയോടെ ചെയ്യുകയോ എപ്പോഴും ശക്തമായി നിൽക്കുകയോ ചെയ്യുന്നതല്ല. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ തളരാതെ നേരിടാനും ഉള്ളിലും പുറത്തും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുവാനുമുള്ള കഴിവാണ് യഥാർത്ഥ മാനസികാരോഗ്യം. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഈ സമ്മർദ്ദങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ പലതരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ ഇവർ നേരിടുന്നുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സോഷ്യൽ മീഡിയയാണ് ഈ സമ്മർദ്ദങ്ങളുടെ പ്രധാന ഘടകങ്ങളിലൊന്ന്. ഓൺലൈനിൽ കാണുന്ന എല്ലാ ചിത്രങ്ങളും വീഡിയോകളും യാഥാർത്ഥ്യമല്ലെന്ന് അറിയാമെങ്കിലും മറ്റുള്ളവരുടെ തിളങ്ങുന്ന ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് യുവാക്കൾക്കിടയിൽ വലിയ നിരാശയും ആത്മവിശ്വാസക്കുറവും സൃഷ്ടിക്കുന്നു. സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതല്ല ഇതിന്റെ പരിഹാരം. പകരം പോസിറ്റീവായതും യാഥാർത്ഥ്യബോധ്യമുള്ളതുമായ ഉള്ളടക്കങ്ങൾ നൽകുന്ന അക്കൗണ്ടുകൾ മാത്രം പിന്തുടരുകയും ഡിജിറ്റൽ ലോകത്ത് ബോധപൂർവമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതുമാണ്. അതേസമയം ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും കരിയർ പേടിയും യുവാക്കളെ അകത്തുനിന്ന് വേട്ടയാടുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ തെറ്റായ തീരുമാനം മൂലം തന്റെ ജീവിതം വഴിതെറ്റുമോ എന്ന ഭയം പലരെയും മാനസികമായി തളർത്തുന്നു. സാമ്പത്തിക അനിശ്ചിതത്വവും ഈ പേടിയെ കൂടുതൽ ശക്തമാക്കുന്നു. വിജയത്തെ ഒരു നിശ്ചിത ലക്ഷ്യമായി കാണാതെ തുടർച്ചയായ പഠനവും വളർച്ചയും ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയെ കാണുക എന്നതാണ് ഇതിന് മികച്ച പരിഹാരമെന്ന് വിദഗ്ധർ പറയുന്നു. ഡിജിറ്റൽ ലോകത്ത് സജീവമായിരിക്കുമ്പോഴും ഒറ്റപ്പെടൽ എന്ന വികാരം പലർക്കും വിട്ടുമാറുന്നില്ല. ഓൺലൈനിൽ നൂറുകണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടായാലും ഒരു വിഷമം വരുമ്പോൾ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലെന്ന തോന്നൽ ഇന്നത്തെ യുവാക്കളിൽ വർദ്ധിച്ചു വരികയാണ്. ഡിജിറ്റൽ ബന്ധങ്ങളിൽ നിന്ന് എല്ലായ്പ്പോഴും വൈകാരിക പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ തന്നെ അർത്ഥവത്തായ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുവാനും വികാരങ്ങൾ തുറന്നു സംസാരിക്കുവാനും സഹായം ചോദിക്കാനും മടിക്കരുത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മൾട്ടി ടാസ്കിങ്ങും ടെക്നോളജിയുടെ അമിത ഉപയോഗവും പലപ്പോഴും ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും യുവാക്കളെ നയിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മരുന്ന്. ആവശ്യമായ സമയത്ത് കൗൺസിലിങ്ങും തെറാപ്പിയും തേടുന്നത് ദൗർബല്യമല്ല, മറിച്ച് സ്വന്തം കരുതലിന്റെ ഭാഗമാണെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. മാറ്റം നമ്മളിലൂടെ തന്നെയാണ് ആരംഭിക്കേണ്ടത്. മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ള തലമുറയാണ് ജെൻസി. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള തെറ്റായ ധാരണകൾ തിരുത്തുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും ഈ തലമുറയ്ക്ക് സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകേണ്ടത് മറ്റാരുടെയും ബാധ്യതയല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.